ജീവന്റെ തുടിപ്പിന് അടിസ്ഥാന ഘടകമാണ് ഭക്ഷണം. സൃഷ്ടാവിന്റെ മഹാ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നുമാണത്. സസ്യങ്ങൾക്ക് മണ്ണിലൂടെയും വെള്ളത്തിലൂടെയും ആവശ്യമായ ധാതുലവണങ്ങൾ ലഭിക്കുന്നതുപോലെ ജീവികൾ ഭക്ഷണത്തിലൂടെയാണ് ശരീരഘടനയിലെ മാംസമജ്ജകൾക്കും സ്ഥിരധമനികൾക്കും കോശങ്ങൾക്കും ആവശ്യമായ ഊർജം സംഭരിക്കുന്നത്. ഭക്ഷണം മനുഷ്യന്റെ ജീവിതശൈലിയെ വളരെയധികം സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായ ഭക്ഷണം ഓരോ വ്യക്തിക്കും അനിവാര്യമാണ്. കൃത്യമായ ഭക്ഷണവും ആരോഗ്യകരമായ ജീവിതവും ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ്. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് മനുഷ്യരിലെ രോഗങ്ങളിൽ ഭൂരിഭാഗവും ഭക്ഷണക്രമവുമായി ബന്ധപ്പെട്ടതാണ്. രോഗം വരാനും വരാതിരിക്കാനും കാരണമാകുന്നത് സമീകൃതാഹാരത്തിനനുസരിച്ചാണ്. ആരോഗ്യമുള്ള ഒരാൾക്ക് ദിവസവും ആവശ്യമുള്ള ഊർജം കൃത്യമായി നൽകുന്ന ആഹാരത്തെയാണ് സമീകൃതാഹാരം എന്ന് പറയുന്നത്. സമീകൃതാഹാരത്തിൽ ധാന്യങ്ങൾ, പച്ചക്കറികൾ, പഴങ്ങൾ, നട്സ്, പരിപ്പ് വർഗ്ഗങ്ങൾ, മത്സ്യം, മാംസം, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഇന്ന് കണ്ടുവരുന്ന രോഗങ്ങളിൽ പരമപ്രധാനമായ ഒന്ന് അമിതവണ്ണത്തിനാലുള്ള അസ്വസ്ഥതകളാണ്. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്ന പാരമ്പര്യ ശൈലി മാറി ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതാണ് ഇന്നത്തെ ചിന്ത. രുചികരമാണെന്ന് തോന്നുന്ന ഏതു ഭക്ഷണവും വാങ്ങിക്കഴിക്കുക എന്നത് ഒരു പൊതുശീലമായി തീർന്നു. എന്തു കഴിക്കണം, എപ്പോൾ കഴിക്കണം, എത്ര കഴിക്കണം, എത്ര പ്രാവശ്യം കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നീ 5 സംഗതികൾ ആഹാരകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മിതവുമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ 2 പ്രാവശ്യമേ വേണ്ടൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രാതൽ രാജാവിനെ പോലെ, ഉച്ചഭക്ഷണം രാജകുമാരനെ പോലെ, അത്തായം യാചകനെ പോലെ എന്ന പഴഞ്ചൊല്ലിൽ പതിരുണ്ട്. ലോകത്ത് സമ്പൂർണമായ ഭക്ഷണ സംസ്കാരം പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതു ഭക്ഷണം കഴിച്ചാലും ഒരു ദിവസം 2 നേരം പ്രത്യേകം തയ്യാറാക്കപ്പെടുന്ന ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നില്ല എന്ന് അവിടുത്തെ പ്രിയ പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പങ്കുവച്ചിട്ടുണ്ട്. കലോറി അനുസരിച്ചാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അപ്പോഴാണ് ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും സ്വസ്ഥത ലഭിക്കുന്നത്. ആരോഗ്യകരമായ ഭക്ഷണശൈലിയോടൊപ്പം കൃത്യനിഷ്ഠയും ഉണ്ടാകണം. അങ്ങനെ ചെയ്യുന്നത് രോഗസംരക്ഷണം ഉണ്ടാക്കുമെന്ന് പഠനങ്ങൾ പറയുന്നു. ന്യൂട്രീഷൻ സൊസൈറ്റി ജേണലിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടുകളിൽ ഓരോ ദിവസവും ചട്ടവും ക്രമവുമില്ലാതെ ഭക്ഷണം കഴിക്കുന്നവരിൽ രക്തസമ്മർദ്ദം പോലത്തെ വലിയ പ്രശ്നങ്ങൾ കൂടുന്നുവെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. ഹിതമായ ഭക്ഷണത്തെയും അഹിതമായ ഭക്ഷണത്തെയും കലർത്തി ഭക്ഷിക്കുന്നവർ, ഭക്ഷിച്ചതിനു മീതെ ഭക്ഷിക്കുന്നവർ, യുക്തമായ അളവിൽ കൂടുതലോ കുറവായോ ഭക്ഷിക്കുന്നവർ, പ്രത്യേക നിഷ്കർഷയുമില്ലാതെ ചിലപ്പോൾ സാധാരണ കഴിക്കുന്ന സമയത്തിന് മുമ്പായും ചിലപ്പോൾ അധികമായി വൈകിയും ഭക്ഷണം കഴിക്കുന്നവർ, ഇതെല്ലാം തെറ്റായ ഭക്ഷണക്രമങ്ങളാണ്. ആഹാരപദാർത്ഥങ്ങളെ കൂട്ടിച്ചേർക്കുമ്പോഴോ പാകപ്പെടുത്തുമ്പോഴോ ഉണ്ടാകുന്ന വൈരുദ്ധ്യവും ശരീരത്തിന് ദ്രോഹമുണ്ടാക്കുന്നു. വിരുദ്ധമായ ചേരുവകൾ ശരീരത്തിൽ ഒരു തരം വിഷാംശത്തെ ഉണ്ടാക്കുകയും കാലക്രമേണ ത്വക്ക് രോഗങ്ങൾ, രക്തവാതം തുടങ്ങിയ നിരവധി രോഗങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും. മലയാളികളുടെ ഭക്ഷണ വിഭവങ്ങളിൽ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ് അരിഭക്ഷണം. ദോശ, ഇഡ്ഡലി, പുട്ട് തുടങ്ങിയ പ്രാതൽ മുതൽ ഉച്ചക്കും രാത്രിയും കഴിക്കുന്ന ചോറ് വരെയും അരിഭക്ഷണമാണ്. പണ്ടുകാലത്ത് നമ്മുടെ നാടുകളിലെ നെൽവയലുകളിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കിയ അരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന അരിയാണ് മലയാളികൾ ആശ്രയിക്കുന്നത്. നമ്മുടെ ഉപഭോഗ സംസ്കാരം മാറി വന്നപ്പോൾ ഭക്ഷണക്രമത്തിലും രുചിയിലും തന്നെ വളരെ മാറ്റങ്ങൾ സംഭവിച്ചു. തവിടരിയുടെ ചോറ്, പച്ചക്കറികളടക്കമുള്ള ഉച്ചയൂണിന് പകരം നെയ്ച്ചോറും ബിരിയാണിയുമാണ് മലയാളിക്ക് പഥ്യം. ബേക്കറി പലഹാരങ്ങൾ, എണ്ണയിൽ വറുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ, കൂൾ ഡ്രിങ്ക്സ് എന്നിവ തീൻമേശയിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. വിദേശ വിഭവങ്ങളും മലയാളികളുടെ ഇഷ്ടഭക്ഷണമായി മാറി. പുതിയ കാലത്തെ മനുഷ്യർ അനുദിനം കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, പ്രമേഹം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്ക് ഇരകളാകുന്നു. ജീവിതശൈലി രോഗത്തിന്റെ പിടിയിലമരുമ്പോഴും ഭക്ഷണകാര്യത്തിൽ കൃത്യമായ നിയന്ത്രണം സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല. ചിക്കനും ബീഫും ബർഗറും കണ്ടാൽ നോ പറയാൻ മടി കാണിക്കുന്നു. അതത് കാലത്ത് ലഭിക്കുന്ന ഇലകൾ, കായ്കൾ, പച്ചക്കറികൾ, ഫലങ്ങൾ എന്നിവ നമ്മുടെ പൂർവികർ ധാരാളം ഉപയോഗിച്ചിരുന്നു. മാങ്ങയുടെയും ചക്കയുടെയും ധാരാളം വിഭവങ്ങൾ പതിവായിരുന്നു.
തേങ്ങ സമൃദ്ധമായതുകൊണ്ട് തന്നെ എല്ലാ വിഭവങ്ങളിലും വെളിച്ചെണ്ണ ചേർത്തിരുന്നു. ധാരാളം പുഴകളും തോടുകളും കായലുകളും നീണ്ട കടൽ തീരങ്ങളുമുള്ള കേരളം മത്സ്യസമൃദ്ധമായിരുന്നു. ഒരു കാലത്ത് കേരളത്തിന്റെ പട്ടിണി മാറ്റിയ രക്ഷകനായിരുന്നു കപ്പ. എന്നാൽ ഇതെല്ലാം ഇന്ന് അന്യവൽക്കരിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്നു. ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നിത്യജീവിതത്തിന്റെ ഭാഗമായി മാറി. ഒരു ഭാഗത്ത് ദാരിദ്ര്യവും പട്ടിണി മരണവും വർദ്ധിക്കുമ്പോൾ മറുഭാഗത്ത് ഭക്ഷണധൂർത്തും മാരക രോഗങ്ങളും കനക്കുന്നു. കുട്ടികളുടെ നിർബന്ധത്തിനു വഴങ്ങി മാതാപിതാക്കൾ അനാരോഗ്യകരമായ ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു. അത് അവരുടെ ആരോഗ്യത്തെയും ബുദ്ധിയുടെ വളർച്ചയെയും പ്രതികൂലമായി ബാധിക്കുകയും ജീവിതത്തിന്റെ പുഷ്കരമായ കാലത്ത് തന്നെ നിത്യരോഗികളാക്കി മാറ്റുകയും ചെയ്യുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിന് കൃത്യമായ നിയമങ്ങളും മര്യാദകളും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നല്ലതും അനുവദനീയമായതും മാത്രമേ ശരീരത്തിലെത്താവൂ എന്ന് മതത്തിന് കണിശതയുണ്ട്. അല്ലാത്ത പക്ഷം പിശാചിന്റെ ബോധനങ്ങൾക്കും സഞ്ചാരത്തിനും ശരീരം എളുപ്പം കീഴടങ്ങും. റബ്ബിന്റെ പ്രകൃതി അനുഗ്രഹങ്ങൾ ഏറ്റവും കൂടുതലുള്ള കേരളത്തിൽ അവയെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം. മറ്റു നാടുകളെ അപേക്ഷിച്ച് അത്രയും സമ്പന്നമാണ് നമ്മുടെ പ്രകൃതി. ഇവ ഫലപ്രദമായി ഉപയോഗിക്കേണ്ട സംസ്കാരം നമ്മുടെ ഇടയിൽ വളർന്നു വരേണ്ടതുണ്ട്. മനുഷ്യനെ ദോഷകരമായി ബാധിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളുടെ പരസ്യങ്ങൾ നൽകാതെ മാധ്യമങ്ങൾ അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റിയാൽ ഒരു പരിധിവരെ ഭക്ഷണത്തിൽ മായം ചേർക്കുന്നത് തടയാൻ സാധിക്കും. അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർക്കുന്നതിനെതിരെ ശക്തമായ നിയമ നടപടികളും ശിക്ഷാ നടപടികളും സ്വീകരിക്കുകയും വേണം.